പ്രേം, ട്രംപ് പറഞ്ഞു ഇന്ത്യ ഒരു ഡെഡ് എക്കോണമി ആണെന്ന്. പക്ഷെ ട്രംപിന്റെ AI പറയണു അത് തെറ്റാണ്, ട്രംപിന് തെറ്റിപ്പോയി, അങ്ങനെയല്ല, നേരെ വിപരീതമായിട്ടാണ് അമേരിക്കൻ AI ടൂൾസ് പറയുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യും ട്രംപ് പെട്ടിരിക്കുകയാണ്. കാര്യം ഒരു 2 ആഴ്ച മുമ്പാണ് ട്രംപ് അവരുടെ AI നിയമങ്ങളടക്കം പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ട്രംപിന്റെ ആക്ഷേപം കഴിഞ്ഞ ഭരണകൂടം, അതായത് ബൈഡൻ ഭരണകൂടം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ AI ടൂളുകളെ അടക്കം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ആരോപിച്ച ആളാണ് ട്രംപ്. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ട്രംപ് ഒരു മോശം ആളാണോ എന്ന് ചോദിച്ചാൽ, അതായത് ബൈഡന്റെ കാലത്ത് അങ്ങനെ ചോദിച്ചാൽ AI ടൂള് അതേന്ന് പറയും. അപ്പൊ ഇപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയല്ല, ട്രംപിന്റെ കാഴ്ചപ്പാട് എന്താണോ, വീക്ഷണം എങ്ങനെയാണോ അത് പ്രകാരം ആയിരിക്കുമല്ലോ അവിടുത്തെ AI ടൂളുകൾ ഇപ്പൊ പ്രവർത്തിക്കുക. ഇനി കേട്ടോ, അതായത് ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഇന്ത്യ ഒരു ചത്ത സാമ്പത്തിക വ്യവസ്ഥ, ഡെഡ് എക്കണോമി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദേശീയ മാധ്യമം അവര് അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ തന്നെ AI ടൂളുകൾ, അതായത് കമ്പ്യൂട്ടർ സംവിധാനത്തോടെ സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന AI ടൂളുകൾ എന്താണ് ഇക്കാര്യത്തിൽ മറുപടി പറയുക. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇന്ത്യ ഡെഡ് എക്കണോമി ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ChatGPT അവർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യ എക്കണോമി ഈസ് ഫാർ ഫ്രം ഡെഡ്, ഇറ്റ്സ് ഡൈനാമിക്, ഇറ്റ് ഈസ് അംബീഷ്യസ്. അതായത് ചത്ത സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് വളരെ ദൂരം പോയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അത് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രന്റ് ആയിട്ട് വളരെ ചലനാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിയാണ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് അംബീഷ്യസ്, ഭാവിയെക്കുറിച്ച് വളരെ വലിയ കാഴ്ചപ്പാടുകളുള്ള, ഭാവിയെ കരുതി പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിയാണ് ഇന്ത്യയുടെ എന്നാണ് ChatGPT പറയുന്നത്. അപ്പൊ ട്രംപിന് ഒന്നേ. ഇനി അടുത്തത് ഗ്രോക്ക് എന്ന് പറയുന്ന ഒരടുത്ത AI ടൂള്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നോ. നിങ്ങൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒറ്റ വാക്കിൽ പറഞ്ഞു നോ. അതിന്റെ വിശദീകരണം തരുന്നുണ്ട്. ദ ഇന്ത്യൻ എക്കണോമി നോട്ട് ഡെഡ്, ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മേജർ എക്കണോമീസ് ഗ്ലോബലി. അതായത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് ഗ്രോക്ക് കൊടുക്കുന്ന ഉത്തരം. കഴിഞ്ഞില്ല, ഇപ്പൊ രണ്ടായി. ഇനി ജെമിനി കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ദ ഇന്ത്യൻ എക്കണോമി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രോങ് ഗ്രോത്ത്. ഇന്ത്യൻ എക്കണോമിയുടെ സ്വഭാവ സവിശേഷത തന്നെ ശക്തമായ വളർച്ചയാണ്, ഡെഡ് എക്കണോമി അല്ല. 3. നാലാമത്തത് മെറ്റ: ദ ഇന്ത്യൻ എക്കണോമി ഈസ് നോട്ട് ഡെഡ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമീസ് ഗ്ലോബലി. ഇന്ത്യൻ എക്കണോമി മരിച്ച സമ്പദ് വ്യവസ്ഥയല്ല, ലോകത്തെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി ആണെന്നാണ് മെറ്റ പറയുന്നത്. 4. അഞ്ചാമത്തത് കോപ്പിലറ്റ് എന്ന് പറയുന്ന ഒരു AI ടൂൾ. അവർ പറയുന്നത് നോട്ട് ഈവൻ ക്ലോസ്, ഇൻഫാക്ട് ഇറ്റ് ഈസ് ക്വയറ്റ് ദ ഓപ്പോസിറ്റ്. അതായത് ഡെഡ് എക്കണോമിയുടെ പരിസരത്ത് പോലുമല്ല, യഥാർത്ഥത്തിൽ അതിന്റെ നേരെ വിപരീതമാണ്. ഇനി ട്രംപിന് തൃപ്തിയായി കാണുമല്ലോ. കാര്യം കഷ്ടിച്ചൊരു 2 ആഴ്ച ഞാൻ തന്നെ അതിന്റെ വാർത്ത ഇതിൽ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഭരണകൂടം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ AI സാങ്കേതിക വിദ്യയൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയായിരുന്നു പറഞ്ഞാൽ ട്രംപ് ഉറപ്പായിട്ടും ഇപ്പൊ അദ്ദേഹത്തിന്റെ നയപ്രകാരം ആയിരിക്കുമല്ലോ ഇപ്പൊ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ChatGPTയും അടക്കമുള്ള ഇവരൊക്കെ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇപ്പൊ ട്രംപ് പറയും ഇല്ല ഞങ്ങളത് ശരിയാക്കിയിട്ടില്ല, അത് ഇപ്പോഴും പഴയ ബൈഡൻ കാലത്ത് തന്നെ ജീവിക്കുന്ന ടൂൾസ് ആണോ? അല്ല ചങ്ങാതി, അത് പറഞ്ഞാലും നമുക്ക് സ്വാഭാവികം, ട്രംപ് അല്ലേ എന്ന് കരുതി ക്ഷമിക്കണം. പക്ഷെ ഇത് AI ടൂളുകളോട് ചോദിക്കാതെ തന്നെ നമുക്ക് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 6.5 GDP വർധനവ്. GDP എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ഉൽപാദനം, രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളുടെ തോത്. 6.5% വർധനവ് രേഖപ്പെടുത്തിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അത് എപ്പോഴും, അതായത് വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് കാണിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അത് അംഗീകരിച്ചു കൊടുത്തത്, ഇപ്പൊ AI ടൂൾ അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് അംഗീകരിച്ചു കൊടുത്ത ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് വയറ് നിറച്ച് കിട്ടി. കാര്യം അനവസരത്തിൽ കയറി. രാഹുൽ ഗാന്ധിക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ നമ്മൾ പൊതുവേ നോക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിനെ തിരുത്താൻ അവിടെ ഒരു ശശി തരൂർ ഉണ്ടായിരുന്നു, ട്രംപിനെ തിരുത്താൻ അവിടെ നിർഭാഗ്യവശാൽ ആരുമില്ല. അതാണ്. അതെ, ഇപ്പൊ ട്രംപ് അപ്പൊ ഇന്ത്യയോടുള്ള കടുത്ത അസൂയ
അതുമൂലം പറഞ്ഞതാണെന്നുള്ളത് വ്യക്തമാവുകയാണ്. അതുകൊണ്ടും ട്രംപിന്റെ കലി തീർന്നിട്ടില്ല. ഇന്ത്യക്കെതിരെ പ്രതികാര നടപടികൾ തുടരുകയാണ്. അതായത് ഇപ്പൊ പ്രതികാര ചുങ്കം 25% വരുന്ന പ്രതികാര ചുങ്കമാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ട്രംപിന്റെ വിചാരം ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇന്ത്യ പഞ്ചപുച്ഛം അടച്ച് അങ്ങ് ചെല്ലും എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ സർക്കാർ ആ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തു. ട്രംപ് ഇങ്ങോട്ട് ഓഫർ ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് യുദ്ധവിമാനങ്ങളൊക്കെ തരാം, അത് വേണ്ട. അതായത് അമേരിക്കൻ വിപണി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കർഷകർക്ക്, ഇന്ത്യയിലെ ചില വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയൊരു വിപണി തന്നെയാണ്. ഇപ്പോൾ അമേരിക്കൻ വിപണി അടഞ്ഞു പോയി കഴിഞ്ഞാൽ, അത് കടുത്ത നിലപാടുകൾ മൂലം അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന 6.5 GDP ഉള്ളത് വലിയ ഇടിവുണ്ടാവും, സ്വാഭാവികമായിട്ട് ഇടിവുണ്ടാവും. കാര്യം നമ്മൾ ഏതാണ്ട് 64 ബില്യൺ ഡോളറിന്റെ വ്യത്യാസമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള. അത്രയധികം ഉൽപ്പന്നങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പൊ അത് പെട്ടെന്ന് ഇല്ലാണ്ടാകുക അത് ബുദ്ധിയല്ല. അപ്പൊ നമ്മൾ ബദൽ മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, UK-യുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കൻ വിപണിയിൽ ഉണ്ടാകുന്ന ക്ഷീണം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. ഇതുകൂടാതെ നമ്മുടെ ആഭ്യന്തര വിപണി അതൊരു പ്രധാന ഘടകമാണ്. മേക്ക് ഇൻ ഇന്ത്യ വഴി മേക്ക് ഇൻ ഇന്ത്യ അത് നമ്മൾ കുറച്ചുകൂടി ബൃഹത്തായ സാധനമാണ്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ ആഭ്യന്തരമായ വിപണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം എല്ലാം വിദേശീയർക്ക് കൊടുത്ത് അധിക പണം സമ്പാദിക്കുന്ന ഒരു സാധനമാണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനം. ഇപ്പൊ നമ്മളൊരു വിപണിയിൽ, നമ്മൾ സാധാരണക്കാരാണ് ഏറിയ പോകുന്നത്, വിപണിയിൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഒരു 100 രൂപ ഇരിക്കട്ടെ, സെക്കൻഡ് ക്വാളിറ്റി സാധനം, അതായത് സാധാരണക്കാരൊക്കെ സാധാരണ വാങ്ങുന്നത് ഒരു 60-70 ഉണ്ടെങ്കിൽ ഈ 100 രൂപയുടെ സാധനം അവിടെ ഇരുന്ന് ചീത്തയായി പോകും, സ്വാഭാവികമാണ്. അപ്പൊ ഈ ആഭ്യന്തര വിപണി ശക്തമല്ലാത്തതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തലവേദന. പക്ഷെ ഒന്നുണ്ട്, ഇപ്പോ ഇന്ത്യ ചൈന കമ്പാരിസൺ എടുക്കാം. ചൈന എന്ന് പറയുന്നത് കൂടുതൽ കയറ്റുമതി നടത്തി വരുമാനം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രമാണ്. അവർക്ക് മുട്ടുസൂചി മുതൽ വിമാനങ്ങൾ വരെ അവർക്ക് വിൽക്കാനുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഏറിയ പങ്കും കയറ്റുമതിയല്ല. നമുക്ക് നമ്മുടെ ഏതാണ്ട് വലിയൊരു വിഭാഗം ജനസംഖ്യ സ്വന്തമായിട്ടുണ്ട്, ഇവിടെ ശക്തമായൊരു വിപണിയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതത്ര അതായത് ഈ പറയുന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ പാകത്തിനായിട്ടുണ്ടോ എന്നതിൽ മാത്രമാണ് നമുക്ക് ആശങ്കയുള്ളത്. പക്ഷേ നിവൃത്തി കെട്ടാൽ നമ്മൾ അതും ചെയ്യും. നമ്മൾ നമ്മുടെ വിപണികൾ തന്നെ ശക്തിപ്പെടുത്തുക, അതേപോലെ മറ്റു മാർഗങ്ങളൊക്കെ തേടുക, ആ ഒരു അജണ്ടയിലേക്ക് പോകും എന്നുള്ള കാര്യം വിദൂരമല്ല. അതായത് നിലവിൽ ട്രംപ് ഇപ്പോ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രതികാര നടപടികൾ, റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങേണ്ട എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. അതെ, ഇന്ത്യ അതിൽ തന്ത്രപരമായ നിലപാടെടുത്തു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും റഷ്യയിൽ നിന്ന് തൽക്കാലം എണ്ണ വാങ്ങേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്ലാൻ ബി ഉണ്ട്, നമുക്ക് പ്രൈവറ്റ് പാർട്ടീസ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, നയരയുണ്ട്. ഇവരൊക്കെ റഷ്യയിൽ നിന്ന് പതിവ് പോലെ എണ്ണ കൊണ്ടുപോയി. അതുകൊണ്ട് അതത്ര ബാധിക്കില്ല. ഈ ട്രംപ് ഇത് കേട്ട് വളരെ സന്തോഷവാനാണ്. അതായത് അവിടെ ഈ വാർത്ത എത്തി, അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. സത്യമാണ്, ഇന്ത്യൻ സർക്കാരിന്റെ കീഴിലുള്ള എണ്ണ കമ്പനികൾ അവിടുന്ന് നിർത്തി. അത് വിശ്വസിച്ച് ട്രംപ് അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട്. എന്റെ തന്ത്രം വിജയിച്ചു, ഇന്ത്യ എന്റെ ഭീഷണി ഏറ്റു എന്ന തരത്തിൽ ഇരിപ്പുണ്ട്. പക്ഷെ പുറകിൽ, അതായത് സർക്കാരിന് കൃത്യമായി വാദിക്കാം, ഞങ്ങളുടെ കമ്പനികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രൈവറ്റ് പാർട്ടീസ് ഞങ്ങളുടെ കൺട്രോളിലല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരവരുടെ വിപണി സാധ്യതകൾ നോക്കിയാണ് പ്രവർത്തിക്കുന്നത്. ന്യായം ഇന്ത്യക്ക് കൃത്യമായി നിരത്താൻ പറ്റും. അപ്പൊ കൃത്യമായും ട്രംപിനെതിരെ നമ്മൾ തന്ത്രപരമായ നിലപാടെടുക്കുന്നു. ഇമ്മാതിരി വേലയും പടയണിയൊന്നും ഇവിടെ ചെലവാവില്ല.